മുകേഷിനെതിരായി പോലീസിന് കേസെടുത്തേ കഴിയൂ. മുകേഷ് CPM MLA ആണ്, അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അതോടൊപ്പം അമ്മയുടെ 15 അംഗ ഗ്രൂപ്പിലെ വ്യക്തിയാണ്. മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന 15 പേരെ അവരിൽ ഒരാളായിട്ടാണ് കണക്കാക്കുന്നത്. ഒപ്പം B ഉണ്ണികൃഷ്ണനുമുണ്ട്. ഇവിടെ ചെയ്തു പോയ തെറ്റിന് രാഷ്ട്രീയമായി ചില പരിഹാരം, രാഷ്ട്രീയമായി ചില മുതലെടുക്കാൻ ശ്രമിച്ച് മുകേഷ് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് ചില പോസ്റ്റുകളിൽ ചെങ്കൊടിയുടെ പടം വെച്ചിരിക്കുന്നു. ഏതായാലും CPM അത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അത് നീക്കം ചെയ്തു കഴിഞ്ഞു. തൻ്റെ പ്രവൃത്തികളെ എല്ലാം CPM-നെ ചാരി രക്ഷപ്പെടാം എന്നാണ് കരുതുന്നത്. അതിനി നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഇത്രയും നാളും സിനിമാ മേഖലയും പൊതുജനങ്ങളെ മുകേഷ് പറ്റിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി അത് വിലപ്പോകില്ല. കാരണം അദ്ദേഹത്തിനെതിരായിട്ട് വിനു കുര്യൻ എന്ന ഒരു നടി, ഇപ്പോൾ വിനു മുനീർ എന്നാണ് അറിയപ്പെടുന്നത്, അവര് ഇദ്ദേഹത്തിനെതിരായി ബെഡ് ഷെയറിങ്ങിന് ഇദ്ദേഹം ക്ഷണിച്ചു, അദ്ദേഹം അപമാനിച്ചു എന്ന രീതിയിലൊരു വാർത്ത പുറത്തു വന്നു. 2009 കാലഘട്ടത്തിലാണത്. ആ ബെഡ് ഷെയറിങ്ങിനെ തന്നെ ക്ഷണിച്ചു, തനിക്കുള്ള ചാൻസ് നഷ്ടപ്പെടുത്തി മുകേഷ് എന്നാണ് അവരുടെ ആരോപണം. അവര് ആ ഹേമ കമ്മിറ്റി മുമ്പാകെ അവർ മൊഴി കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹേമ കമ്മിറ്റി മുമ്പാകെ അവർ വന്നിരിക്കുന്നു. ഏതായാലും ആരോപണം അവിടെ ഉണ്ട്. മലയാളത്തിലെ മിക്കവാറും എല്ലാ നടന്മാർക്കും എതിരായി ഹേമ കമ്മിറ്റിയിൽ ആരോപണമുണ്ട്. എല്ലാവരും രാഷ്ട്രീയമായി ചില ഷെൽട്ടറുകൾ എടുക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതെന്തായാലും വിഴപ്പോകില്ല. ഒരു ക്രിമിനൽ കേസിന്റെ, പ്രത്യേകിച്ച് സെക്ഷൽ കേസിന്റെ മുമ്പിൽ ഒരു പാർട്ടിക്ക് നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല. ആ പ്രതീക്ഷകളെല്ലാം അറ്റുപോയിരിക്കുന്നു. അതിലൊന്നും ആരും ഇനി അഭയത്തിന് പോകരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആരോപണം വളരെ സീരിയസ് ആണതാണ്. അത് നിയമ നടപടിയിലേക്ക് പോന്നു കഴിയുമ്പം പാർട്ടി സംരക്ഷിക്കാൻ കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഏത് പാർട്ടിയിലുള്ളവരായാലും ശരി, ഇപ്പം വന്നിരിക്കുന്ന ആരോപണം അവർ സ്വയം നേരിടണം, സ്വയം പ്രതിരോധിക്കണം. ആരോപണം കളവാണെങ്കിൽ അങ്ങനെ സ്ഥാപിക്കാനുള്ള നിയമപരമായ പോരാട്ടം നിങ്ങൾ നടത്താനേ പറ്റുള്ളൂ. ഇപ്പം വൻമരങ്ങൾ വീണുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. രഞ്ജിത്ത് ആദ്യം രാജിവെച്ചു, പിന്നാലെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖും രാജിവെച്ചു കഴിഞ്ഞു. ഒന്നിനു പുറകെ ഒന്ന് ഇനി വീണുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണും. മോഹൻലാലും മമ്മൂട്ടിയും ഓടി രക്ഷപ്പെട്ടു. ഇനി ഈ ബെഡ് ഷെയറിങ്ങിനെ ക്ഷണിച്ച വിനു മുനീർ എന്ന നടിയുടെ ആക്ഷേപത്തിന് എതിരായി ഒരു ബ്ലാക്ക് മെയിൽ ഡിഫൻസുമായിട്ട് ഒരു വേദിയിൽ വന്നിരിക്കുന്നു നമ്മുടെ MLA മുകേഷ്. അത് വില പോവില്ല. അത് ഇനി പോലീസ് അന്വേഷിക്കട്ടെ. അങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിന്റെ പരിധിയിൽ പണം കിട്ടാതെ വന്നുകൊണ്ടാണ് തൻ്റെ പേരിൽ ആരോപണം എന്ന് മുകേഷ് ഇപ്പം പ്രതിവചിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇനിയുണ്ടല്ലോ ആൾക്കാരെ. മുകേഷിന്റെ ഹിസ്റ്ററി നമുക്കറിയാം. മലയാളത്തിലെ, തമിഴിലെയും ഏറ്റവും ഉന്നത സ്ഥാനത്തുണ്ടായിരുന്ന ഒരു നടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ സരിത. അവര് 2 കുട്ടികളുണ്ട് അവരില്. അതിലൊരു ആൺകുട്ടി ഇന്ന് ഡോക്ടറായി എന്ന് ഞാൻ കരുതുന്നു. അവരെ ഡൊമസ്റ്റിക് വയലൻസിനെ, അവരെ പീഡിപ്പിച്ചതിനും അടിച്ചതിനും മർദ്ദിച്ചതിനും എതിരായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ഫാമിലി കോടതിയിൽ ആ കേസുണ്ട്. അതിനകത്ത് മെയിൻ ആരോപണം അവരെ ഹീനമായി മർദ്ദിക്കുന്നു എന്നുള്ളതാണ്. അവരത് സഹിച്ചു. അവർ വേർപെട്ട് താമസിച്ചു. അവരെ കുട്ടികളുടെ ഭാവി നോക്കി അവര് കുട്ടികളെ വളർത്തി മിടുക്കരായി രംഗത്ത് കൊണ്ടുവന്നു. ഒരാള് മെഡിസിന് അഡ്മിഷൻ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു MBBS പാസ്സായിട്ടുണ്ടാകണം എന്ന് കരുതുന്നു. സരിത അനുഭവിച്ച വേദനകൾ അവര് സമൂഹത്തിനോട് പറഞ്ഞില്ല എങ്കിലും കുറേയൊക്കെ അവരുടെ കേസിനകത്ത് ഉൾപ്പെട്ടുള്ളതുകൊണ്ട് മലയാളത്തിലെ, തമിഴിലെയും സിനിമാ മോഹികൾക്ക് സരിതയുടെ അനുഭവം വ്യക്തമായിട്ട് അറിയാം. അതിനകത്ത് മുകേഷിന്റെ റോളും അറിയാം. അവരെ ഉപേക്ഷിച്ച് 5-8 വർഷം കഴിഞ്ഞപ്പോൾ മേതിൽ രാധിക എന്ന ഒരു നർത്തകിയെ അദ്ദേഹം കല്യാണം കഴിച്ചു. ആ ബന്ധവും ശിഥിലമായി. അടുത്ത മറ്റൊരാളുമായി ജീവിക്കുന്നു എന്നാണ് കരുതുന്നത്. ഏതായാലും രാഷ്ട്രീയത്തിന്റെ
ഒരു മറയില് ഈ ആരോപണമുള്ള വ്യക്തി ആ മറയിൽ ജീവിക്കാം, ആ മറയിൽ രക്ഷപ്പെടാം എന്ന് കരുതരുത്. കാരണം നിയമപരമായ കാര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതുകൊണ്ട് നയരൂപീകരണം, ചലച്ചിത്ര വികസന നയരൂപീകരണത്തിലൊക്കെ ആ മന്ത്രി അല്ലെങ്കിൽ ഒരു മന്ത്രിയും അതുപോലെ തന്നെ CPM-ന്റെ MLA-യും ചേക്കേറി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനെതിരായി ആ വിനയൻ എന്ന സംവിധായകൻ മുകേഷിനെതിരെയും അതുപോലെ തന്നെ B. ഉണ്ണികൃഷ്ണനെതിരെയും ഒക്കെ നീങ്ങിക്കഴിഞ്ഞ കാഴ്ച നമ്മൾ കണ്ടു. ഏതായാലും സർക്കാർ വളരെ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ഈ ഒരു കാര്യത്തിൽ ഇടപെടാൻ. അങ്ങനെ തന്നെയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. കാരണം ചെയ്തു പോയ കുറ്റത്തിനൊന്നും പാർട്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. പാർട്ടിയുടെ ചില ഔദ്യോഗിക ഭാരവാഹിത്വം വഹിക്കുന്നുണ്ടാവാം. മലയാള സിനിമയിലെ മേഖലയിലുള്ളവരെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരരുത്. നമ്മുടെ അനുഭവം അത് തന്നെയാണ്. ഇവരാരും രാഷ്ട്രീയത്തിലേക്ക് വരരുത്. ചിലപ്പം ആൾക്കാരുടെ വോട്ട് വാങ്ങിച്ച് ചിലപ്പോൾ ഒരു സീറ്റ് ലഭിക്കും. പക്ഷെ പൊളിറ്റിക്കൽ പാർട്ടിയിലെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിലെ വലിയധികം പ്രശ്നങ്ങൾ ഇവർ സൃഷ്ടിക്കും. രാഷ്ട്രീയപരമായിട്ടല്ല, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് അത് വളരെ ദൂഷ്യം ചെയ്യും. പലരും ഇപ്പം രാഷ്ട്രീയ രംഗത്ത് വന്നു പോയവരും ഒക്കെ നമുക്കറിയാം. അതൊരിക്കലും നല്ലൊരു പ്രവൃത്തിയായിരുന്നു. രാഷ്ട്രീയം പറയുന്നവർ രാഷ്ട്രീയക്കാരെ തന്നെ ഭാരവാഹിത്വം വരുത്തിട്ട് അവർക്ക് മാത്രമേ ഭരിക്കാൻ ആ കാര്യത്തിൽ കൂടുതൽ പ്രാവീണ്യമുള്ളൂ. ഇതുപോലെയുള്ള കുഴപ്പങ്ങളിലൊന്നും അവർ ചെന്ന് ചാടിയാൽ ആ രാഷ്ട്രീയത്തിൽ നിന്ന് അവർ ഡിസപ്പിയർ ചെയ്യുമെന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയാണ് രാഷ്ട്രീയക്കാര് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നത്, ഏത് പാർട്ടിയിലായാലും ശരി. പക്ഷെ സിനിമാക്കാരുടെ ഹിസ്റ്ററി എല്ലാവരും മറന്നു പോവും എന്ന് കരുതരുത്. കാരണം അവർക്ക് ഇതുപോലെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ മുഖം കാണിച്ച് രക്ഷപ്പെടാം എന്ന് കരുതരുത്. അതിന് ചില ഉദാഹരണങ്ങളാണ് ഇപ്പോൾ മുകേഷ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ നമ്മൾ കാണുന്നത്. രഞ്ജിത്തിന്റെ നമ്മളങ്ങനെ കാണുന്നുണ്ട്. ഇനിയും രാഷ്ട്രീയത്തിലെ ഒരു മറ സൃഷ്ടിച്ച് ഇത് ഇങ്ങനെ ചെയ്ത പ്രവർത്തികൾക്കൊക്കെ ഒരു മോചനം ലഭിക്കാൻ ശ്രമിക്കുന്നവർ പലരും ഉണ്ടെന്ന് നമുക്കറിയാം. അവരാരും ഇതിനകത്ത് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും മുകേഷിനെതിരായിട്ട് ഉടൻ തന്നെ കൊല്ലത്ത് കേസ് രജിസ്റ്റർ ചെയ്യും എന്ന് ഞാൻ കരുതുന്നു. അതോ എറണാകുളത്താണോ അറിയില്ല. ഏതായാലും മുകേഷിനെതിരായിട്ടുള്ള ആരോപണം പല നടിമാരും അവർ പുറത്തേക്ക് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അടുത്ത ഊഴം മുകേഷിന് തന്നെ. ഇനിയുണ്ട് നിരകള്. ജയസൂര്യ കിടക്കുന്നു, മണിയമ്പിള്ള രാജ് കിടക്കുന്നു, റിയാസ് ഖാൻ കിടക്കുന്നു, അതുപോലെ ഇടവേള ബാബു, വളരെയധികം ആൾക്കാർ ഇതുപോലെ ക്യൂ നിൽക്കുന്നു പ്രതിയാകാനായിട്ട്. അതുകൊണ്ട് അതെല്ലാം വരും. കാരണം വ്യക്തികളാരും അല്ലെങ്കിൽ ഇതുപോലെയുള്ള അനുഭവം ലഭിച്ചവരാരും ഇനി രംഗത്ത് വന്നില്ലെങ്കിലും ഭയപ്പെട്ട് അവർ മാറി നിൽക്കുന്നവരുടെ കാര്യത്തിലും ഹൈക്കോടതി ഒരു തീരുമാനം ഉണ്ടാവും. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അത് പരിശോധിച്ചിട്ട് കോഗ്നിസബിൾ ഓഫൻസ് ഏത് കുറ്റം ചെയ്താലും ശരി ആ കുറ്റവാളികൾക്കെതിരായിട്ട് നടപടിയെടുക്കാൻ ഒരു ഡയറക്ഷൻ വരുമെന്നാണ് ഞാൻ കരുതുന്നത്. അതോടുകൂടി ഇപ്പം ഡിഫൻസിൽ നിൽക്കുന്നു, കാണാമറയത്ത് ഒളിച്ചിരിക്കുന്നവരും ഒക്കെ പുറത്തു ചാടേണ്ടി വരും. അതുകൊണ്ടല്ലേ മഹാനടന്മാർ രണ്ടുപേരും ഒളിവിപ്പോയത് നമ്മൾ കണ്ടല്ലോ. കാരണം ഒരു പത്രപ്രസ്താവനകളും ഒന്നും ചെയ്യാതെ രണ്ടുപേരും മുങ്ങി എവിടാണെന്ന് നമുക്കറിയില്ല. ഇന്ത്യ വിട്ടുപോയി ജീവിക്കുന്നതായിരിക്കും അവർക്ക് നല്ലതെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഇപ്പോഴേ മുകേഷിന്റെ പേരിൽ കേസെടുക്കുമ്പം അറ്റംപ്റ്റ് റേപ്പ് ഉണ്ടോ 376, 511 ഓഫ് 376 ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 354 ഉറപ്പായിട്ടുണ്ട്. 506, 509 IPC പ്രകാരമുള്ള കേസുകളും വരാം. ഏതായാലും അടുത്ത ഊഴം മുകേഷിനാണ്. അത് ഗവൺമെന്റ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വൻവൃക്ഷങ്ങൾ മറിഞ്ഞു വീഴുന്നതും കടപുഴുകി വീഴുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ആണ്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ ഓരോ ദിവസത്തിലും ഈ സിനിമാ മേഖലയിൽ ഇതുപോലെ വൃത്തികേട് കാണിച്ചവർക്കെതിരായിട്ട് നടപടികൾ ഒന്നൊന്നായി പുറത്തേക്ക് വരും എന്നാണ് ഞാൻ കരുതുന്നത്.